ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ആരാധനാ മൂർത്തിയായിട്ടുള്ള പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മുരുകന്റെ 6 വാസസ്ഥലങ്ങളായ ആറുപടൈ വീടുകളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പുരാണനാമം അല്ലെങ്കിൽ ചരിത്രനാമം ജയന്തിപുരം എന്നാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന തമിഴ്നാട്ടിലെ 4ാമത്തെ ഹിന്ദു ക്ഷേത്രമാണിത്. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് തൂത്തുക്കുടിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയും തിരുനെൽവേലിയുടെ തെക്ക് കിഴക്ക് 60 കിലോമീറ്റർ മാറിയും കന്യാകുമാരിക്ക് വടക്കുകിഴക്ക് 75 കിലോമീറ്റർ മാറിയും സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിന് പുരാതന കാലം മുതലുള്ള സമ്പന്നവും ആകർഷകവുമായ ചരിത്രമുണ്ട്. ഐതിഹ്യമനുസരിച്ച് അസുരരാജാവായ ശൂരപദ്മന്റെ നേതൃത്വത്തിലുള്ള ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ യുദ്ധത്തിന്റെയും ജ്ഞാനത്തിന്റെയും യുവത്വത്തിന്റെയും ദേവനായ മുരുകൻ ജനിച്ചു. സുരപത്മനോടും സൈന്യത്തോടും 6 ദിവസം ഘോരമായ യുദ്ധം നടത്തിയ അദ്ദേഹം 7ാം ദിവസം തന്റെ ദിവ്യായുധമായ വേൽ ഉപയോഗിച്ച് ശൂരപദ്മനെ പരാജയപ്പെടുത്തി. തുടർന്ന് തന്റെ വിജയം ആഘോഷിക്കുന്നതിനും പിതാവായ ശിവനെ ആരാധിക്കുന്നതിനും തിരുച്ചെന്തൂർ തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു. തിരുച്ചെന്തൂരിൽ തനിക്കായി ഒരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം ദിവ്യവാസ്തുശില്പിയായ മായനോട് നിർദ്ദേശിച്ചു. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേതും കടലിനോട് ചേർന്നുള്ള ഒരേയൊരു ക്ഷേത്രവുമാണ് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം. പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുടിർച്ചോലൈ, തിരുപ്പരങ്കുണ്ടറം എന്നിവയാണ് മറ്റ് 5 വാസസ്ഥലങ്ങൾ. വിശുദ്ധ കടൽ തീരം എന്നർത്ഥം വരുന്ന തിരുച്ചെന്തൂർ തിരുച്ചീരലൈവായ എന്നും അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി നിരവധി സന്യാസിമാരും കവികളും രാജാക്കന്മാരും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഭരണാധികാരികളുടെയും ഭക്തരുടെയും നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും ക്ഷേത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 1648-ൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്രത്തിന് ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടം നേരിടേണ്ടിവന്നു. ഡച്ചുകാർ മുരുകന്റെ വിഗ്രഹവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി. എന്നിരുന്നാലും നാട്ടുകാരും മറാഠ രാജാവും പോരാടി വിഗ്രഹം വീണ്ടെടുക്കുകയും ക്ഷേത്രം അതിന്റെ യഥാർത്ഥ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കരകൗശല വിദഗ്ധരുടെയും രക്ഷാധികാരികളുടെയും വൈദഗ്ധ്യവും ഭക്തിയും പ്രകടമാക്കുന്ന പുരാതന വാസ്തുവിദ്യയുടെ അത്ഭുതമാണ് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം. 9 നിലകളുള്ള ക്ഷേത്ര ഗോപുരത്തിന് 137 അടി ഉയരമുണ്ട്. കൂടാതെ വിവിധ ദേവതകളുടെയും സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. കിഴക്കുഭാഗത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രഗോപുരം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായി കടലിലേക്ക് ക്ഷേത്രഗോപുരം നാവികർക്കും തീർത്ഥാടകർക്കും ഒരു വഴിവിളക്കായി പ്രവർത്തിക്കുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലാണ് മുരുകൻ ശിവനെ ആരാധിക്കുന്ന അപൂർവ ഭാവത്തിൽ കാണപ്പെടുന്നത്. ജ്ഞാനം, ശക്തി, പ്രശസ്തി, സമ്പത്ത്, സൗന്ദര്യം, ത്യാഗം എന്നീ 6 ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 ഭുജങ്ങളുള്ള ഷൺമുഖർ എന്നും മുരുകൻ അറിയപ്പെടുന്നു. മുരുകന്റെ വിഗ്രഹം കരിങ്കല്ലിൽ നിർമ്മിച്ചതും സ്വർണവും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചതുമാണ്. ഈ വിഗ്രഹത്തിന് അദ്ഭുത ശക്തിയുണ്ടെന്നും ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണു, ഗണപതി, പരമശിവൻ, പാർവതിദേവി, മുരുകന്റെ പത്നിമാരായ വള്ളി, ദേവസേന തുടങ്ങിയ ദേവീക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. 124 തൂണുകളുള്ള വിശാലമായ മണ്ഡപവും ക്ഷേത്രത്തിലുണ്ട്. ഇത് വിവിധ ചടങ്ങുകളും പരിപാടികളും നടത്താൻ ഉപയോഗിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന മതിലുണ്ട്. അത് കടലിൽ നിന്നും ആക്രമണകാരികളിൽ നിന്നും സംരക്ഷിക്കുന്നു. ക്ഷേത്രത്തിൽ നന്ദഗോപാല തീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു പുണ്യടാങ്കുമുണ്ട്. ഇവിടെ ഭക്തർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പുണ്യസ്നാനം ചെയ്യുന്നു. പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധകാലത്ത് 1646 മുതൽ 1648 വരെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം കൈവശപ്പെടുത്തിയിരുന്നു. പ്രദേശവാസികൾ തങ്ങളുടെ ക്ഷേത്രം മോചിപ്പിക്കാൻ ശ്രമിച്ചു. നായിക് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഡച്ചുകാർ ഒടുവിൽ ക്ഷേത്രം വിട്ടു. എന്നിരുന്നാലും പോകുമ്പോൾ പഞ്ചലോഹം ഉപയോഗിച്ച് നിർമ്മിച്ച മുരുകന്റെ വിഗ്രഹം കൈവശപ്പെടുത്തി യാത്രയായി. പക്ഷേ കടലിലേക്കുള്ള യാത്രക്കിടെ വിധി അവർക്കായി കരുതിയത് മറ്റൊന്നായിരുന്നു. ഏതാനും നോട്ടിക്കൽ മൈലുകൾ പിന്നിട്ടപ്പോൾ അവർ കൊടുങ്കാറ്റിനു ഇരയായി. അത് തങ്ങൾ കൊള്ളയടിച്ച ക്ഷേത്രത്തിൽ നിന്ന് മുരുകന്റെ കോപമാണെന്ന് നാവികർ വിശ്വസിക്കാൻ തുടങ്ങി. അത് ഇടിമിന്നലിന് കാരണമായി. ഭയന്നുവിറച്ച ശക്തമായ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിച്ചപ്പോൾ വിഗ്രഹം മോഷ്ടിക്കുന്നതിലെ തെറ്റ് മനസ്സിലാക്കി അവർ വിഗ്രഹത്തെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കൊടുങ്കാറ്റ് ഉടനടി നിൽക്കുകയും ചെയ്തു. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ആകാശത്ത് അസ്തമിച്ച അപകീർത്തികരമായ പെരുമാറ്റം ഒരു നിമിഷം മുമ്പ് വിഗ്രഹത്തിന്റെ അഗ്രം കടലിന്റെ ഉപരിതലത്തിൽ സ്പർശിച്ച നിമിഷം തന്നെ നിഗൂഢമായി കൊടുങ്കാറ്റ് അപ്രത്യക്ഷമായത് സൈനികർക്ക് ആശ്വാസമായി. സൈനികർ യാത്രയുമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയതോടെ വിഗ്രഹം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. പിന്നീട് മുരുകന്റെ കടുത്ത ഭക്തനായ വടമലിയപ്പ പിള്ളയ്ക്ക് സെന്തിൽ ആണ്ടവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും വിഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട കടലിലെ സ്ഥലം വെളിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം മത്സ്യബന്ധന ബോട്ടിൽ സ്ഥലത്തെത്തി 1653-ൽ വിഗ്രഹം വീണ്ടെടുത്തു. ക്ഷേത്രത്തിനുള്ളിലെ ചിത്രങ്ങളിലാണ് ഈ കഥ കാണിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹം മാസി, ആവണി തിരുനാൾ കാലഘട്ടത്തിൽ മാത്രമേ പുറത്തു കൊണ്ടുവരാറുള്ളൂ. 2004-ൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തീരത്തെ നാശം വിതച്ച
അതിശക്തമായ സുനാമിക്ക് ക്ഷേത്രത്തിനോ ഭക്തജനങ്ങൾക്കോ ഒരു ദോഷമോ നാശമോ വരുത്താൻ കഴിഞ്ഞില്ല. ഇന്നും ഈ ക്ഷേത്രത്തിലെ മുരുകന്റെ ശക്തി തിരിച്ചറിയാൻ പറ്റിയ മറ്റൊരു ഉദാഹരണമാണ് ഇത്. നിരീശ്വരവാദികളെ പോലും അമ്പരപ്പിച്ച സംഭവമാണ് ഇത്. ഇന്നും ഇതിനെക്കുറിച്ച് പല രീതിയിലും ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതേസമയം വിശ്വാസികൾ മുരുകനെ തന്റെ വാസസ്ഥലത്തിന്റെ മാത്രമല്ല ഭക്തരുടെ ഏക രക്ഷാധികാരിയായി വാഴ്ത്തുന്നു. ഒരു ഭക്തൻ പങ്കുവെച്ച അനുഭവങ്ങൾ. മുരുകനുമായുള്ള എന്റെ വ്യക്തിപരമായ അനുഭവം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പം മുതലേ തിരുച്ചെന്തൂർ ഭഗവാന് തിരുമുടി അർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. 2003 മാർച്ചിൽ മാതാപിതാക്കളോടൊപ്പം ഞാനും ചെന്ന് ഭഗവാന് വഴിപാട് നടത്തിയപ്പോഴാണ് അവസരം വന്നത്. 70 വയസ്സുള്ള എന്റെ പിതാവ് കഴിഞ്ഞ 3 വർഷമായി കടുത്ത സോറിയാസിസ് രോഗബാധിതനായിരുന്നു. അദ്ദേഹം അലോപ്പതി ചികിത്സ നടത്തുകയായിരുന്നു. ഇത് പണനഷ്ടം മാത്രം വരുത്തുന്നതിന് പകരം ഒരു പ്രയോജനവുമുണ്ടായില്ല. എന്റെ പിതാവ് ഒരിക്കലും ദൈവത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും ക്ഷേത്രങ്ങളിൽ പോകുകയും ചെയ്തിട്ടില്ല. കൈമുട്ട് മുതൽ കൈത്തണ്ട വരെ അച്ഛന്റെ 2 കൈകളും തൊലി പൊട്ടി മുറിവായി. പൊട്ടിത്തെറികൾ പോലെ മുറിവിന്റെ കട്ടിയുള്ള പാളി കൊണ്ട് മൂടിയിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് ലജ്ജിക്കാതിരിക്കാൻ അച്ഛൻ എപ്പോഴും ഫുൾ കൈ ഷർട്ട് ധരിക്കാറുണ്ടായിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി നാഗർകോവിൽ പട്ടണത്തിൽ നിന്നാണ്. എന്റെ ജന്മഗ്രാമം സന്ദർശിച്ച ശേഷം 2003 മാർച്ച് 19 ഞങ്ങൾ തിരുച്ചെന്തൂരിൽ പോയി സർവശക്തനെ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് 20 മുടി വഴിപാട് നടത്തി. രാവിലെ 6 മണിക്ക് മുമ്പ് ഞാൻ കടലിൽ കുളിച്ചു. പിന്നീട് ഞാനും മാതാപിതാക്കളും ക്ഷേത്രപരിസരത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസം മുരുകന്റെ പങ്കുനി ഉത്തിരം ദിവസമായതിനാൽ വലിയ തിരക്കായിരുന്നു. ക്ഷേത്രം ചുറ്റി അവസാനം ഭഗവാന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. പുരോഹിതന്മാർ ഞങ്ങൾക്ക് ഒരു കൈ നിറയെ ഭസ്മം തന്നു. അത് ഞങ്ങൾ ഉടനടി ശരീരത്തിൽ പുരട്ടി. ചർമ്മത്തിന്റെ ബാധിത ഭാഗങ്ങളിൽ പുരട്ടാൻ ഞാനും അമ്മയും അച്ഛനെ ഉപദേശിച്ചു. അച്ഛനെ നിർബന്ധിച്ചു. മാർച്ച് 26 ഞങ്ങൾ ഹൈദരാബാദിലേക്ക് തിരിച്ചു. അച്ഛൻ ഇതിനിടയിൽ മരുന്നൊന്നും പുരട്ടിയില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. മാർച്ച് 30 ഇതാ നോക്കൂ. എന്റെ അച്ഛന്റെ കൈകൾ മിനുസമാർന്നതും അണുബാധയില്ലാതെയും നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് കണ്ട് അമ്മയ്ക്ക് പോലും തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അച്ഛന്റെ അസുഖം ഇല്ലാതായി. ബാധിച്ച ഭാഗം ഇപ്പോൾ ചർമ്മത്തിന്റെ മറ്റേതൊരു ഭാഗത്തെയും പോലെ സാധാരണമാണ്. അന്നുമുതൽ എന്റെ അച്ഛൻ മന്ത്രങ്ങൾ, പ്രത്യേകിച്ച് സർവശക്തിയുള്ള സ്കന്ദ ഷഷ്ടി കവചം ചൊല്ലാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മുരുക ഭക്തനാണ്. എന്റെ അനുഭവം പങ്കുവെക്കണമെന്നും സർവശക്തനായ മുരുകനിൽ വിശ്വാസം വളർത്തിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് രവിശങ്കർ. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകൻ. മറ്റ് 5 മലയോര പ്രദേശങ്ങളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണിത്. സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നാണിത്. പടിഞ്ഞാറ് കവാടത്തിൽ രാജഗോപുരം സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജാക്കന്മാരല്ല, മറിച്ച് 3 വിശുദ്ധന്മാരാൽ നിർമ്മിച്ചതാണ്. സമ്പത്തിന്റെയും ധനസഹായത്തിന്റെയും കാര്യത്തിൽ ക്ഷേത്രം ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒന്നാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മാസി, ആവണി ഉത്സവങ്ങൾ വർഷത്തിൽ 2 തവണ. ക്ഷേത്ര ബ്രഹ്മോത്സവം നീണ്ട 12 ദിവസങ്ങൾ നടക്കുന്നു. മാസി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും ആവണി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമാണ് നടക്കുന്നത്. 2 ഉത്സവങ്ങളിലും 7, 8, 9 ദിവസങ്ങളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയെ പുറത്തെടുക്കുകയും എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു ദർശനത്തിനും പുഷ്പം അർപ്പിക്കുന്നതിനുമായി ഷൺമുഖവിലാസ മണ്ഡപത്തിൽ വസിക്കുന്നു. 10ാം ദിവസം ക്ഷേത്രവാഹനങ്ങളുടെ ഘോഷയാത്രയായി ദേവനെ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആവണി ഉത്സവത്തിൽ മാസി ഉത്സവത്തിന്റെ 11ാം ദിവസമാണ് തെപ്പം പൊഴിക്കുന്നത്. ക്ഷേത്രത്തിൽ ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിനും ഭഗവാനെ ദർശിക്കുന്നതിനും 1000 കണക്കിന് ആളുകൾ എത്തുന്നു. ചിത്തിരൈ മാസത്തിൽ ഏപ്രിൽ മെയ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന വസന്തോത്സവം ക്ഷേത്രത്തിൽ നടക്കുന്നു. മുരുകന്റെയും ഭാര്യമാരായ വള്ളിയെയും ദൈവനായിയെയും അതത് സങ്കേതങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് വസന്തമണ്ഡപത്തിൽ തടിച്ചുകൂടിയ ഭക്തർക്ക് കാണാനും പ്രാർത്ഥിക്കാനും പ്രതിഷ്ഠിക്കുന്നു. വൈകാശി വിശാഖം. വിശാഖം നാളിൽ ഷൺമുഖ ഭഗവാന്റെ പ്രത്യേക അഭിഷേകവും രാത്രിയിൽ ഭഗവാന്റെയും ഭാര്യമാരുടെയും ഘോഷയാത്രയും നടക്കും. സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത്. സ്കന്ദ ശാസ്തി ഉത്സവം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 7 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഉത്സവം മുരുകന്റെ കയ്യിൽ അസുരരാജാവായ ശൂരപദ്മന്റെ പരാജയത്തെ അടയാളപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലെ ഈ പ്രധാന ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടുന്നു. 6ാം ദിവസം ഭക്തർക്കായി ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടോടി നൃത്ത പ്രതിനിധാനമായ ശൂരസംഹാരം അവതരിപ്പിക്കുന്നു. 7ാം തീയതി മുരുകനും ദേവനായിയും തമ്മിലുള്ള വിവാഹം ആഘോഷിക്കും. ക്ഷേത്രത്തിന്റെ അസ്തിത്വത്തിന്റെ ആദ്യകാല രേഖകൾ 875 AD മുതലുള്ള ചില ലിഖിതങ്ങളാണ്. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നിർമ്മിതിയുടെ യഥാർത്ഥ രേഖകളൊന്നും ലഭ്യമല്ല. എന്നാൽ അതേകാലത്ത് പല്ലവരും പിന്നീട് പാണ്ഡ്യരും ചേരന്മാരും പോലുള്ള മറ്റ് രാജവംശങ്ങളും ഇത് നവീകരിച്ചതായി പറയപ്പെടുന്നു. വളരെക്കാലം കഴിഞ്ഞ് 1649-ൽ തൂത്തുക്കുടിയിലെ പോർച്ചുഗീസ് കോളനികൾക്ക് നേരെയുള്ള ഡച്ച് ആക്രമണത്തിൽ ആക്രമണകാരികളുടെ ഗവർണറായിരുന്ന ജോവാൻ മേറ്റ്സ്വയ്ക്കർ ക്ഷേത്രം ശക്തിപ്പെടുത്താനും പട്ടാള ക്യാമ്പായി ഉപയോഗിക്കാൻ ഉത്തരവിട്ടു. ഡച്ച് പട്ടാളക്കാർ ഈ പുണ്യസ്ഥലത്തെ നിധികൾ കൊള്ളയടിച്ചു. അതേസമയം പ്രദേശവാസികൾ ഇത് സംരക്ഷിക്കാൻ വ്യർത്ഥശ്രമങ്ങൾ നടത്തി.
മധ്യസ്ഥനായ നായക്കിനോട് ഔപചാരികമായി പരാതിപ്പെട്ട ശേഷം ഡച്ചുകാരോട് പോകാൻ അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെ ഡച്ചുകാർ ഇവിടം വിടാൻ തീരുമാനിച്ചു. ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്.